2.0 ഉള്ള ഡ്രൈവ് നടത്താനുണ്ട്. രാവിലെ 6 മണി മുതൽ നമ്മുടെ ഈ ഡ്രൈവിൽ ടോട്ടൽ തൃശ്ശൂർ സിറ്റിയിൽ 35 സ്ഥലത്ത് നമ്മൾ റെയ്ഡ് ചെയ്തായിരുന്നു. അതിൻ്റെ ആക്ഷനബിൾ ഇൻപുട്സ് 25 ഉണ്ടായ സമയത്ത് നമ്മൾ 10ഓളം കേസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് 8 പ്രതികൾ ജുഡീഷ്യൽ റിമാൻഡിൽ, 4 പ്രതികൾക്ക് നമുക്ക് ഫർദർ വെരിഫിക്കേഷൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ട് ഈ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ഡ്രൈവ് നടക്കുന്നുണ്ട്. ഇന്ന് രാത്രിയും ആ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്തിട്ട് വേറെ പ്രതികളുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ ബാക്കി ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ കണ്ടിന്യൂ. അതെ, ഇപ്പോൾ ഇത് വലിയ രീതിയിലുള്ള സ്കാമാണ്. നമുക്ക് നിരന്തരമായിട്ട് എഫർ എടുത്ത ശേഷം മാത്രം ഇതെല്ലാം നിർത്തും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 4 മാസം മുമ്പ് നടന്ന ഡ്രൈവ് ശേഷം ഇപ്പോൾ നമുക്ക് ഇൻപുട്സും അതിൻ്റെ ഫ്രോഡുള്ള വാല്യൂം എമൗണ്ട് ഇപ്പോൾ കുറയ്ക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ലെസ് ദാൻ ഡിസൈറബിൾ എമൗണ്ട്. സോ ദാറ്റ്സ് വൈ വി ആർ കണ്ടിന്യൂ ദിസ് ഡ്രൈവ്. ശരിക്കും ഇതിൻ്റെ അകത്ത് ഏജ് പ്രൊഫൈലിംഗ് ഒന്നുമില്ല. എല്ലാ വയസ്സുള്ള ആൾക്കാർക്കുണ്ട്, പുരുഷം സ്ത്രീകൾ എല്ലാ ആൾക്കാർക്കും ഉൾപ്പെടെയാണ്. സോ ഒരു പ്രൊഫൈലിംഗ് ഇല്ല. ആരെങ്കിലും ഒരു വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു പൈസ കിട്ടുന്ന മാർഗവും വഴിയും കുറച്ച് പൈസ കൊടുത്തിട്ട് ബാങ്ക് അക്കൗണ്ട് അവർക്ക് കൊടുത്തിട്ട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് കമ്മീഷൻ മേ ബി 5 or 10% ആയിട്ട് ആൾക്കാർക്ക് അത് ചെക്ക് വഴി വിഡ്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ കൂടെ ATM വിഡ്രോൾ വേണ്ടി പല ആൾക്കാർക്ക് നടക്കുന്നുണ്ട്. ബട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കേസസും പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് അറിയാതെ കുറേ ആൾക്കാർക്ക് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മുഖാന്തരം ഞാൻ എല്ലാ ജനങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനത്തെ ഒരു സൈബർ തട്ടിപ്പും ഇങ്ങനത്തെ ഫ്രോഡിൽ പ്ലീസ് ഇഫ് ഇറ്റ് കംസ് ടു യുവർ നോട്ടീസ് അപ്പോൾ തന്നെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സൈബർ ഫ്രോഡിൽ പൈസ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ 1930 പറഞ്ഞ നമുക്ക് നാഷണൽ സൈബർ ഹെൽപ്പ് ലൈൻ വിളിച്ചിട്ട് ആ കേസ് രജിസ്റ്റർ ചെയ്യാം. സിറ്റി ലിമിറ്റിൽ നമുക്ക് ഇപ്പോൾ 10 സ്റ്റേഷൻസിൽ കേസ് എടുത്തിട്ടുണ്ട്. 11ാമത്തെ കേസ് ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.